മടങ്ങി വരുന്ന സമയത്ത് ഒളിമ്പിക് ഗോൾഡ് മെഡൽ കൊണ്ടുവരാനായിരുന്നു ലയണൽ മെസ്സി ഹൂലിയൻ ആൽവരസിനോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ഹൂലിയൻ ആൽവരസിന് ആ ഒരു വാക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഫ്രാൻസ് ഒളിമ്പിക്സ് ഫുട്ബോൾ താരമായിട്ടുള്ള മറ്റേറ്റ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻസോ ഫെർണാണ്ടസിന്റെ ആ ഒരു റേസിസ്റ്റ് സ്റ്റാൻഡ് ഞങ്ങൾ മറന്നിട്ടില്ല, ഞങ്ങളുടെ നെഞ്ചിലാണുള്ളത്, ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഞങ്ങൾ കാണിച്ചു തരാന്നുള്ള രീതിയിൽ. ഒളിമ്പിക്സ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെ 4-ാം മിനിറ്റിൽ തന്നെ അർജന്റീനയുടെ പോസ്റ്റിലേക്ക് ഒരു ഹെഡറിലൂടെ കിടിലൻ ഗോൾ നേടിക്കൊണ്ട് മറ്റേറ്റ തന്നെ ആ ഒരു വാക്ക് പാലിച്ചിട്ടുണ്ട്. ഈ ഒരു ഗോളിന്റെ പിൻബലത്തിൽ ഫ്രാൻസ് അർജന്റീനയെ മറികടന്ന് ഒളിമ്പിക്സ് ഫുട്ബോളിൽ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതായത് മറ്റേറ്റ അർജന്റീനയോട് പ്രതികാരം ചെയ്തിട്ടുണ്ട്. ഒളിമ്പിക്സ് ഫുട്ബോളിലെ മറ്റു മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ആധികാരികമായിട്ട് തന്നെ സ്പെയിനും മൊറോക്കോയും സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. സ്പെയിൻ ജപ്പാനെ 3-0 പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മൊറോക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ 4-0 പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സെമി ഫൈനൽ മത്സരത്തിൽ മൊറോക്കോയും സ്പെയിനും തമ്മിലായിരിക്കും ഏറ്റുമുട്ടുക. മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരം പരഗ്വേ വേഴ്സസ് ഈജിപ്ത് ആയിരുന്നു. ഇത് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് വിധി എഴുതിയിട്ടുള്ളത്. ഈജിപ്ത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരഗ്വേ മറികടന്ന് സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഫ്രാൻസ് ആണ് സെമി ഫൈനലിൽ ഈജിപ്തിനെ നേരിടുക. അപ്പൊ നിങ്ങൾ ഇന്നത്തെ മത്സരം കണ്ടിട്ടുള്ള ആളാണെങ്കിൽ മത്സരത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.